ഇപ്പോൾ ഇടതുമുന്നണി ക്യാമ്പിനകത്ത് എന്താണ് കണക്കുകൂട്ടലെന്ന് അറിയില്ല. സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഇടതുമുന്നണി സ്വാഭാവികമായും അവരുടെ ഒരു വിജയപ്രതീക്ഷ വെച്ചു പുലർത്തും. മാത്രമല്ല, അവസാന നിമിഷങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ അത് ഇടതുമുന്നണിക്ക് അനുകൂലമായിരിക്കുമോ അതോ അവർക്ക് തിരിച്ചടിക്കുമോ? ഇപ്പോൾ RSS ബന്ധം സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അനുകൂലമാകുമോ അതോ തിരിച്ചടിക്കുമോ എന്നൊക്കെ കാണാം. അതുകൊണ്ട് ഇത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ സംബന്ധിച്ചും അദ്ദേഹത്തെ കൂടി ബാധിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ്. VD സതീശനെ സംബന്ധിച്ച് അൻവറിനെ കൂടെ കൂട്ടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തർക്കമുണ്ടായപ്പോൾ അതിലൊരു ദുശാഠ്യത്തോടു കൂടി നിന്നയാളാണ് അതിൽ തന്നെ ലീഗിൽ പ്രാദേശിക നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ കൂടെ നിർത്തണമായിരുന്നു എന്ന തരത്തിലേക്ക് നമ്മൾക്ക് തന്നെ ചില പ്രതികരണങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഏതായാലും ലീഗും ഈ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ ഒരു പ്രചാരണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഏറ്റവും ആദ്യം തന്നെ അവർ സർവ്വസജ്ജമായി തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുന്നതാണ് കണ്ടത്. കോൺഗ്രസിനേക്കാൾ മുന്നേ തന്നെ ലീഗ് അവിടെ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. ഇത് എന്ത് വില കൊടുത്തും വിജയിക്കേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്ന തരത്തിലേക്ക് വാശിയോടെ മുന്നോട്ട് പോയതാണ് ലീഗ്. അപ്പോൾ അവരുടെയൊക്കെ നിലപാട് എന്തായിരിക്കും എന്നത് ആര്യാടൻ ഷൗക്കത്തിന് ലീഗിൽ എങ്ങനെയാണ് ചില വിഭാഗത്തിൽ നിന്ന് എതിർപ്പുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് എങ്ങനെയാണ് അത് ആര്യാടൻ ഷൗക്കത്തിന്റെ സാധ്യതയെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, ഇതിനെല്ലാത്തിനുമുള്ള ഉത്തരമാണ് അല്പസമയത്തിനകം നമുക്ക് ലഭിക്കാൻ പോകുന്നത്.